കഴിഞ്ഞ സെപ്റ്റംബർ 5-ന് മാതൃഭൂമി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. ആ മുഖപ്രസംഗത്തിൽ ഒരു വാചകം ഇങ്ങനെയാണ്: കേരളത്തിലെ ഏറ്റവും മികച്ച സർക്കാർ എന്ന് എല്ലാവരും അംഗീകരിക്കുന്നത് 87-91 നായനാർ ഗവൺമെന്റ് ആയിരുന്നു. മുഖപ്രസംഗത്തിലാണ്, മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൽ ഒരു വാചകമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഞാൻ ഈ പറയപ്പെട്ട കാലത്ത് സ്കൂൾ വിദ്യാർത്ഥിയാണ്, പക്ഷേ SFIയുടെ പ്രവർത്തകനാണ്. അന്ന് പത്രം വായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും മാതൃഭൂമി അതിനിശ്ചിതമായി നായനാർ ഗവൺമെന്റിനെ ആക്രമിക്കുകയാണെന്ന്, ശക്തമായി ആക്രമിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ നോക്കൂ, അതേ മാതൃഭൂമി പറയുന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗവൺമെന്റ് ആയിരുന്നു അതെന്ന് പറയും. ഈ തന്ത്രമാണ് രണ്ടാം പിണറായി സർക്കാരിനെ ഇകഴ്ത്തണമെങ്കിൽ, ആ പ്രചാരവേല ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യമാവണമെങ്കിൽ അതിന് ഏറ്റവും നല്ലത് ഒന്നാം പിണറായി ഗവൺമെന്റിനെ ഒന്ന് പുകഴ്ത്തുക എന്നതാണ്. പക്ഷെ ജനങ്ങളുടെ ഓർമ്മ അത്ര വേഗം പറഞ്ഞു പോയില്ലെങ്കിൽ നമുക്കറിയാം ഈ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഇവരെല്ലാം എന്താണ് സ്വീകരിച്ചത്. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലം എന്ന് പറഞ്ഞാൽ 3 കൊല്ലം മുമ്പുള്ള കാലമല്ലേ? എത്ര നീചമായ ആക്രമണം ഒന്നാം പിണറായി ഗവൺമെന്റിന്. ഇതൊരു നല്ല ഗവൺമെന്റ് ആണെന്ന് ആരെങ്കിലും അന്ന് പറഞ്ഞിട്ടുണ്ട്? ഒന്നും പറഞ്ഞിട്ടില്ല. അന്ന് മുഖ്യമന്ത്രിയുടെ ആഫീസ് തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്നാണ് ആക്ഷേപിച്ചത്. അപ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ വിചാരിക്കുന്നത് മൂന്നാം ഗവൺമെന്റ് വരുമ്പോൾ, അതായത് ഈ ഗവൺമെന്റിന്റെ തുടർച്ച വരുമ്പോൾ, ആ ഗവൺമെന്റിനെ ഇകഴ്ത്താൻ രണ്ടാം പിണറായി ഗവൺമെന്റിന് മെച്ചപ്പെട്ടതായിരുന്നു എന്ന് പറയും. നമുക്കത് കാത്തിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.